നമുക്ക് നേരെ ഒന്ന് മാനന്തവാടിയിലേക്ക് പോകണം. നരഭോജി കടുവ വീണ്ടും ജനവാസ മേഖലയിൽ. പഞ്ചാരിക്കൊല്ലിയിലെ ബേസ് ക്യാമ്പിനോട് അടുത്തുള്ള പ്രദേശത്ത്, തേയിലത്തോട്ടോട് അടുത്തുള്ള പ്രദേശത്ത് കടുവയെ വീണ്ടും കണ്ടു എന്നതാണ് നമ്മളിപ്പോൾ തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ദീപക് മോഹൻ, അവിടെ കടുവയുണ്ടോ? യോഗം നടക്കുന്നതിനിടയിൽ ഈ പ്രിയദർശിനി ഓഫീസിന് സമീപത്തായി എതിർഭാഗത്തെ കുന്നിൽ ഈ പ്രദേശവാസികൾ, നാട്ടുകാർ കടുവയെ കണ്ടു എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോടൊപ്പം ഈ കുട്ടികളുണ്ട്. ഇവരാണ് ആദ്യം കണ്ടത്. നിങ്ങളാണോ കണ്ടത്? ഓല വീട് അവിടെയാണ്. കടുവ ആ വീട്ടിന്റെ ബേക്കിൽ കൂടെ പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ ഫ്രണ്ട് കണ്ടോ? കടുവേനെ കണ്ടില്ല. കടുവ ഉണ്ട്. ചെക്കന്മാരെ കണ്ടി ഇവിടെ കടുവ ഉണ്ട് ഇവര് പറയുന്നത്. സുജയ, ഇപ്പൊ നിലവിൽ ആ ഭാഗത്ത്, അതായത് എതിർഭാഗത്ത് ആളുകൾ ആ കാണുന്ന ഒരു ഓറഞ്ച് ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരാൾ ആ വഴി പോകുന്നുണ്ട്. അതിന് അടുത്തായി ആ വെള്ള നിറത്തിലുള്ള വീടിന് തൊട്ട് പുറകിലെ ഭാഗത്താണ് കടുവയെ കണ്ടു എന്ന് പറയുന്നത്. അവിടെ വനംവകുപ്പ് തൊട്ടപ്പുറത്ത് കാടാണല്ലോ കാണുന്നത്. അവിടേക്ക് കയറിപ്പോയതാണോ? സുജിയ, ആ എതിർഭാഗത്ത് കുറച്ച് വീടുകളുണ്ട്. അവിടെ ആ ഭാഗത്തേക്ക് ആളുകൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ പോലീസ് ഇപ്പോൾ അങ്ങോട്ടുള്ള ആളുകൾ പോകുന്നത് നിയന്ത്രിച്ച് അവരെ അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് മാറ്റുന്നുണ്ട്. കടുവയെ കണ്ട സ്ഥലത്തേക്ക് ആരോടും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ മേഖലയിൽ ചില ആളുകൾ കടുവയെ കണ്ടിരുന്നു. അവരാണ് ഈ ഭാഗത്തേക്ക് ആളുകളോട് പറഞ്ഞത് ഇത്തരത്തിൽ ഈ ഭാഗത്ത് കടുവയുണ്ട് എന്ന്. ഇപ്പോൾ അങ്ങോട്ടേക്ക് വനംവകുപ്പിന്റെ ആളുകളും ഒപ്പം പോലീസും. പഞ്ചാരക്കൊല്ലിയിലെ എസ്റ്റേറ്റ് ഓഫീസിന്റെ തൊട്ടടുത്ത് വരെ കടുവ എത്തിയിട്ടുണ്ട്. അതായത് കടുവ ഈ ആക്രമിച്ച പ്രദേശം വിട്ടുപോയിട്ടില്ല എന്ന് ചുരുക്കം, അല്ലേ ദീപക്? തീർച്ചയായും സുജിയ, ഈ നേരത്തെ ഈ രാധയെ ആക്രമിച്ച സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ മാത്രം അകലെയായാണ് ഈ നമ്മുടെ ഈ ഫോറസ്റ്റിന്റെ ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഓഫീസ് ഉള്ളത്. ഈ ഓഫീസിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിന് എതിർഭാഗത്തുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കടുവയെ കണ്ടത്. ആദ്യം ഒരു പ്രദേശവാസി കാണുകയും പിന്നീട് അവരോട് കാര്യങ്ങൾ പറയുകയും ഇപ്പോൾ വനം വകുപ്പിന്റെ ജീവനക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആ ഭാഗത്ത് എതിർഭാഗത്തായി കുറച്ചപ്പുറത്തേക്ക് മാറി വനമേഖലയുണ്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയാണ്. അവിടെയാണ് കടുവയെ കണ്ടു എന്ന് പറയുന്നത്. പക്ഷേ വനം വകുപ്പിന്റെ ജീവനക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ സ്ഥിരീകരണം അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരിക്കുന്നു. കണ്ടതായിട്ടുള്ള ആളുകളെ ക്യാമറ സ്ഥാപിച്ചിട്ടില്ലേ ദീപക്? ഒന്നിലധികം ക്യാമറകൾ ആ ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. സുജിയ, നിലവിൽ ഇവിടെ 38 ക്യാമറകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം ലൈവ് സ്ട്രീം ക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ ഇന്നലെ ഈ രാധയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തിന് സമീപത്ത് സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. വനംവകുപ്പ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു രാവിലെ മുതൽ. വനംവകുപ്പിന് ഇപ്പോൾ കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ ഡാറ്റാബേസിലുള്ള കടുവയല്ല ഇതെന്നാണ് വനംവകുപ്പ് ജീവനക്കാർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ട കടുവ, അതായത് ഈ രാധയെ ആക്രമിച്ച് കൊന്ന കടുവ തന്നെയാണോ എന്നുള്ള, നരഭോജി കടുവയാണോ എന്നുള്ള കാര്യം വനംവകുപ്പ് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പൊതുജനങ്ങൾ കടുവ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. പക്ഷേ വനംവകുപ്പ് അവിടെ തടഞ്ഞു. ഇപ്പോൾ എതിർഭാഗത്ത് പോലീസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് പോയ ആളുകളെ പോലീസ് എത്തി അവിടെ നിന്ന് തിരികെ മടക്കി അയക്കുകയാണ്. ആളുകളുടെ സുരക്ഷ കണക്കിലെടുത്ത് കടുവയെ കണ്ട സ്ഥലത്തേക്ക് പോകരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ആ ഭാഗത്ത് കടുവ ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ആളുകൾ ആ ഭാഗത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ പോലീസ് അവരെ തടയുന്നുണ്ട്. ആ മേഖലയിൽ ഇപ്പോൾ ചെറിയ വാക്കുതർക്കം നടക്കുന്നു. ആ ഭാഗത്തേക്ക് ആളുകൾ പോകുന്നത് തടയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ തന്നെ കടുവയെ കയ്യിൽ കിട്ടിയാൽ കൊന്നുകളയുന്നവരെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ആളുകൾ രോഷാകുലരാണ്. അപകടം ഒഴിവാക്കാൻ നരഭോജി കടുവയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ രാധയെ ആക്രമിച്ച അതേ കടുവയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആളുകളെ മാറ്റേണ്ടതാണ്. പക്ഷേ കൂടുതൽ ആളുകൾ കടുവയെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണല്ലോ ദൃശ്യങ്ങളിൽ കാണുന്നത്. ദീപക്, അവരെ അവിടെ നിന്ന് മാറ്റേണ്ടതല്ലേ? കടുവയാണ്. കടുവയ്ക്ക് ഇപ്പോൾ ആ ഭാഗത്ത് എവിടെയാണ് കടുവയുള്ളത് എന്നതുപോലും അറിയാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ആളുകളെ പൂർണ്ണമായും ആ തേയിലത്തോട്ടത്തിൽ നിന്ന് മാറ്റേണ്ടതല്ലേ? സുജിയ, പെട്ടെന്ന് ഈ ഭാഗത്ത് കടുവയുണ്ടെന്നറിഞ്ഞ് ആ ഭാഗത്തേക്ക് ആളുകൾ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് ഓടി അടുക്കുകയായിരുന്നു. ആ സമയം പോലീസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമാണ് ഭാഗത്തേക്ക് ഓടി അടുക്കുകയും പിന്നീടാണ് കൂട്ടത്തിലുണ്ടായിരുന്ന 2 ആളുകൾ പറഞ്ഞത് ആ മേഖലയിൽ കടുവയെ കണ്ടു എന്ന് പറഞ്ഞത്. ഇപ്പോൾ കടുവയെ കണ്ട ഒരു ആൾ നമ്മളോടൊപ്പം ചേരുകയാണ്. എവിടുന്നാ കണ്ടത് കടുവ? കയ്യിലിട്ടിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ഞങ്ങൾ ഇറങ്ങി. തെക്കുവശമാണ് കടുവേനെ കണ്ടത്. എൻ്റെ സുഹൃത്ത് കണ്ടിട്ട് വന്ന വളരെ അങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വിളിച്ച് പറഞ്ഞു. എല്ലാവരും
വരികട നോക്കാം കാരണം അവിടെ ഞങ്ങൾ പോയപ്പോൾ പോലീസുകാർ പറഞ്ഞു ലാത്തിയും കൊണ്ട് വന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ജനിച്ച വഴിക്കെതിരെ ഈ പറമ്പിന് വഴിയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാവുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാൻ കുട്ടികൾ പുറത്തുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെടുത്താനുള്ള പോക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ പോലീസുകാർ വന്ന് പറയാണ് നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു. കൽപ്പറ്റ കിടക്കുന്ന കണ്ണൂർ കിടക്കുന്ന പോലീസുകാർ കൊല്ലില്ല വഴി അവിടെ നിന്ന് എങ്ങനെ അറിയും? ഞങ്ങൾ അങ്ങനെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് തന്നെ കിടക്കുന്ന പ്രദേശമാണ്. അവിടെ എത്ര വീടുകളുണ്ട്? അവിടുന്ന് എന്നെ വിളിച്ച് എന്റെ സുഹൃത്ത് പറഞ്ഞു ഓടി വന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ആ ചേട്ടാ ഇവിടെ എത്ര വീടുകളുണ്ട്? ഇവിടെ 10-20 വീടുണ്ട് അവിടെ ഇങ്ങനെ ആവാത്ത്. തൊട്ടപ്പുറത്ത് അവിടെ വീടുമാണ്, ഒരു കാടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വീടാണ് ഫുള്ള് കംപ്ലീറ്റ് അങ്ങോട്ട്. സുജയ, ഈ കാണുന്ന നേരത്തെ നമ്മൾ കണ്ട സ്ഥലത്ത് ഈ പ്രദേശത്ത് വീടുകളുണ്ട്, അതിന് തൊട്ടടുത്ത് ചെറിയൊരു കാടുണ്ട്. വീണ്ടും അതിനോട് ചേർന്നിട്ട് തന്നെ ജനവാസ മേഖലയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ് നേരത്തെ കടുവയെ കണ്ടത്. ആ ഭാഗത്ത് വീടുകളിലേക്ക് കുട്ടികളുണ്ട്. അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകാനായി ഇവരിവിടുന്ന് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് പോലീസ് തടഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് ഞങ്ങൾ തടഞ്ഞ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു. ഇവിടുത്തെ വഴി ഞങ്ങൾക്കല്ല അറിയാവുള്ളൂ. എല്ലാവരും പെരക്കകത്ത് പാതിലടപ്പിച്ച് വിളിച്ച് നിങ്ങൾ ഇവിടുന്ന് തൊള്ളയിട്ട് വിളിച്ച് പറഞ്ഞ് കുട്ടികളെ കയറ്റി അകത്തടപ്പിക്കാൻ പറഞ്ഞ്. ചെറിയ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളല്ലേ, മക്കൾക്ക് അറിയോ? അതല്ല അവരന്ന് എന്താ ചെയ്യേണ്ടത്? ഞങ്ങളോട് സമൂഹമായി ചെയ്യേണ്ട പോലീസ് ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ലേ കടമ? ഞങ്ങളെ മാറ്റി ഇതാക്കുക. എൻ്റെ പേര് അബ്ദുറഹ്മാൻ. ഇതുവരെ നമ്മൾ എല്ലാത്തിനും സഹകരിക്കുന്ന ആൾക്കാർ. സുജ, ഇപ്പോൾ കടുവ ആ ഭാഗത്തുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പറഞ്ഞതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് വനം വകുപ്പിലെ ജീവനക്കാർ പോയിട്ടുണ്ട്. ഒപ്പം ഈ മേഖലയിൽ നിന്ന് പൊതുജനങ്ങൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ പോലീസ് ഈ ഭാഗത്ത് ഒരു വലയം തീർത്തിട്ടുണ്ട്. ഒപ്പം ഈ മേഖലയിൽ തിരച്ചിലിനായി വനം വകുപ്പിൻ്റെ നേരത്തെ വനത്തിലേക്ക് കടുവയ്ക്കായി തിരച്ചിലിനായി പോയ അരുൺ സക്കറിയ അടക്കമുള്ള സംഘം ഇപ്പോൾ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. അവർ കടുവയുടെ കാൽപ്പാടുകൾ പരിശോധിച്ച് ഈ ഭാഗത്തേക്കാണോ കടുവ പോയതെന്നതിനെ പറ്റി കൂടുതൽ ഉറപ്പുവരുത്തി കൂടുതൽ ട്രാപ്പുകൾ എന്തെങ്കിലും ചെയ്യാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പിൻ്റെ ഈ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വരുന്നത്. ഏതായാലും നിലവിൽ വീണ്ടും ആളുകൾ, അതായത് ഈ പ്രദേശവാസികൾ കടുവയെ കണ്ടിരിക്കുന്നു. കടുവയെ പെട്ടെന്ന് കണ്ടതിനെ തുടർന്ന് ആളുകളെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ആളുകൾ പെട്ടെന്ന് ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന് മുമ്പിലുള്ള ഓഫീസിൽ നിന്ന് തേയിലത്തോട്ടത്തിലൂടെ കടുവയെ കണ്ട ഭാഗത്തേക്ക് ഓടിയിറങ്ങിയത്. ഇപ്പോൾ നിലവിൽ ആ ഭാഗത്ത് വനം വകുപ്പിൻ്റെ ആളുകൾ ഉണ്ട്. ഒപ്പം ഡോക്ടർ അരുൺ സക്കറി അടക്കമുള്ള സംഘം ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തൊക്കെ നാട്ടുകാർ കൂടി നിൽക്കുകയാണ്. അവരോട് പോലീസ് ആ ഭാഗത്തേക്ക് പോകാതെ ജാഗ്രത പാലിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ആളുകൾ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. സുരക്ഷ കണക്കിലെടുത്ത് അങ്ങോട്ടേക്ക് ഇപ്പോൾ പൊതുജനങ്ങളെ കടത്തിവിടുന്നില്ല. ഇതാണിപ്പോൾ ഇവിടെ നിലവിലുള്ള അവസ്ഥ. സുജയ.